വെൽക്കം ടു ഇവാസ് ബ്യൂട്ടി ആൻഡ് വെൽനസ്. ഇന്ന് നമ്മളൊരു അടിപൊളി ഓക്ര റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്ര, സൺഫ്ലവർ ഓയിൽ, ചില്ലി പൗഡർ, ആൾ പർപ്പസ് ഫ്ലോർ, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, ഗരം മസാല, സാൾട്ട്. ഇനി നമുക്ക് ഈ ഓക്ര നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കാം. ഇതിനകത്ത് നന്നായിട്ട് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിനകത്ത് കീടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ കീറി കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് നമ്മളിങ്ങനെ കീറി വെക്കണം. ഇനി നമുക്കിതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് ഉപയോഗിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് ഇനി ഗരം മസാല ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഇനി ഒരു ഇത്തിരി കോൺഫ്ലോർ ആഡ് ചെയ്യണം. കുറച്ച് മൈദ ആഡ് ചെയ്യണം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. നമ്മൾ മീനൊക്കെ അരപ്പ് പുരട്ടത്തില്ലേ, അതേപോലെ തന്നെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മളിതിനെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓക്രയ്ക്കകത്തോട്ട് നമ്മൾ ഈ ഫില്ലിങ്സ് ഒന്ന് നന്നായിട്ട് അകത്തേക്ക് തേച്ച് കൊടുക്കണം. അതിന് പുറത്തേക്കൊന്നും അധികം വേണ്ട. കാര്യം ഇത് നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ അത് അരപ്പ് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും ഈ അകത്തേക്ക് തന്നെ ആ ഫില്ലിങ്സ് നമ്മൾ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനകത്തേക്ക് നന്നായിട്ടത് യോജിപ്പിക്കണം. ഇത് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ കൊടുത്ത് വിടുമ്പോഴും ഒക്കെ നമുക്കിത് അവർക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. മീൻ റോസ്റ്റ് പോലെ തന്നെ ഇത് നമുക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങളും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് മതി. ഇനി നമുക്ക് ഈ ഓക്ര ഒന്ന് ഇതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് എണ്ണയിലും ചെയ്യാം. എണ്ണ ഒഴിക്കാതായാലും വേണ്ടുന്നവർക്ക് ഇങ്ങനെ വാട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മറിച്ചിടാം. തിരിച്ച് മറിച്ച് വിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് വേവൊന്നും ഇതിനില്ല. അപ്പോൾ അതിൻ്റെ ആ അകത്തുള്ള മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കേട്ടോ, അതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ ഓക്ര. നോക്കൂ, ഇതെൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ഓക്ര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എന്നെ കമൻ്റ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.